നമസ്കാരം. ലോകം പാടുന്ന എല്ലാ ഫ്ലവേഴ്സ് ടി വി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് ആദ്യം ഓഡിയൻസിനെ തന്നെ വിളിക്കാം. അടൂരിൽ നിന്നുള്ളവരാണ്. അടൂരിൽ നിന്നുള്ള രക്ക ഫോക്ക് ബാൻഡ് അവിടെ നിന്നുള്ളവരാണ്. ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് എപ്പിസോഡിൽ ഇരുന്ന് ചിരിക്കാം. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ബിജുക്കുട്ടൻ ചേട്ടാ, മണിക്കുട്ട, സ്വാഗതം. എന്നാ പിന്നെ സമയം കളയാതെ സ്കിറ്റിലേക്ക് കയറാല്ലേ? ഇന്ന് ഒരുപാട് അടിപൊളി സ്കിറ്റുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്കിൽ വിളിക്കൂ. അടുത്ത ടീമിനെ നയിക്കുന്നത് ഒരു കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് വിന്നറാണ്. നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബാസ്ചേട്ടൻ ഇപ്രാവശ്യത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ഡബിങ്ങിനുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം, ഒത്തിരി ഒത്തിരി സ്നേഹം നമ്മുടെ കുടുംബത്തിന്റെ ഭാഗത്ത് നമ്മൾ അറിയിക്കുകയാണ്. ബാസിയേട്ടൻ നയിക്കുന്ന ടീമാണ് വരാൻ പോകുന്നത്. പോൾസേട്ടൻ, ബാസിയേട്ടൻ കൂടെ പ്രാവശ്യം മായയാണ്. ഒരു നല്ല കേടി. ഈശ്വരാ, ലോൺ എടുത്തിട്ട് ഇതുപോലെ കൊതി തീരാത്ത ഒരു ഭർത്താവിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈശ്വരാ, ആതിര അയൽക്കൂട്ടത്തിലെ ചേച്ചിമാര്. അയ്യോ, അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരല്ലേ? എന്റെ ഭർത്താവ് എങ്ങാനും അവിടെ ഈ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുക്കാൻ എങ്ങാനും വന്നിരുന്നോ? അയ്യോ ഭാഗ്യം. വന്നാലും കൊടുത്തേക്കല്ലേ ചേച്ചി. അല്ല, എന്താ പറഞ്ഞെന്നറിയോ ബിജുക്കുട്ടേട്ടാ, നമുക്ക് എല്ലാത്തിനോടും ഓരോ കൊതി ഉണ്ടാവും അല്ലേ മനുഷ്യന്മാർക്ക്. ഇപ്പൊ ചേട്ടനാണെങ്കിൽ ബ്രാൻഡഡ് ഷർട്ട് ഇടണം, അങ്ങനെയൊക്കെ ഒരു കൊതിയല്ലേ. ഇപ്പൊ നസീർക്കൊക്കെ ആണെങ്കിൽ ആഹാരത്തിനോട് ഭയങ്കര കൊതിയില്ലേ, പ്രത്യേകിച്ച് നോണ്. അപ്പൊ എന്റെ ഭർത്താവിന് നോണിനോടല്ല, ലോണിനോടാ. ഓ ദൈവമേ, ഇത് വല്ല കേൾക്കുന്നുണ്ടാ നിങ്ങള്? ഇത് എവിടെ പോണ്? ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാമല്ലേ? ആ, ലോൺ എടുക്കാനായിരിക്കും. ലോൺ എടുക്കാനാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാ നിങ്ങളുടെ മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും. പറ്റുന്ന ലോൺ എടുക്കണം. എന്തിന് തല്ലി എടുക്കണം? മുട്ടുകാൽ റെഡിയാക്കാൻ ലോൺ. ദൈവമേ, ഇതുപോലൊരു മനുഷ്യൻ. നമ്മൾ രക്ഷപ്പെടും. പുതിയ ജോലി കിട്ടിയോ? ഞാൻ നാളെ കോയമ്പത്തൂര് പോവില്ലേ? എന്തിനാ? ജോലിയല്ല, അവിടെ അണ്ണായി ദുരൈ എന്ന് പറഞ്ഞ് പുതിയൊരു ബാങ്ക് തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ജാമ്യമില്ലാതെ ലോൺ കിട്ടും. ഒരു കാലത്തും നന്നാവില്ല. അതിനു മുമ്പ് സഹകരണ സംഘം വരെ ഒന്ന് പോണം. എന്തിന്? നാളെ കോയമ്പത്തൂർ പോകാൻ വണ്ടിക്കൂലി വേണ്ടേ? അതിന് സഹകരണ സംഘത്തിൽ നിന്ന് ലോൺ. ലോൺ എടുത്തിട്ട് ലോൺ അപേക്ഷിക്കാൻ പോണ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. എന്റെ ഭഗവാനെ, കാശ് എന്ന് പറഞ്ഞാൽ കാശ് തന്നെ വേണം. അറിയാവോ? കാശില്ലാതെ വല്ല പരിപാടി നടക്കൂ? നിങ്ങൾ കാശ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മരിക്കല്ലേ. കാശില്ലാതെ അവിടെ കിട്ടാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ നാട്ടില്. കാശ് കിട്ടാതെ കിട്ടണ ഒരു കാര്യമുള്ളൂ. എന്തോന്ന്? അംഗനവാടിയിൽ അമൃതം പൊടി. അത് കാശ് കൊടുത്താൽ കിട്ടിയല്ലോ. അതിന് ബന്ധങ്ങൾ വേണം. ഒന്നല്ലേ ടീച്ചറുമായിട്ട് ബന്ധം വേണം, അല്ലെ ആയിട്ട് ബന്ധം വേണം. ഓ അയ്യോ, ഒരു കാര്യം മറന്നുപോയി. പ്രധാനമന്ത്രി പുതിയ ലോണിന്റെ കാര്യം TV കണ്ടിട്ടിരിക്കുവായിരുന്നു. അതിനിടയ്ക്ക് ഇങ്ങോട്ട് വന്നു. മണി കിട്ടുമെന്നോ? മണി കിട്ടൂടി, അതിനുള്ള പരിപാടിയാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. മനുഷ്യൻ ഒരു കാലത്തും നന്നാവൂല. ഹലോ, എക്സ്ക്യൂസ് മീ. ആരാ മനസ്സിലായില്ല? ഈജിപ്തിൽ നിന്ന് വരുവാണ്. ചേട്ടാ, ഈജിപ്റ്റ് എന്ന രാജ്യത്ത് നിന്ന് ആരോ കാണാൻ വന്നിട്ടുണ്ട്. എന്നതാണ് ഈ പറഞ്ഞത്? ഈജിപ്തിൽ നിന്ന് കാണാൻ വന്നോ? അല്ല, ഈജിപ്റ്റിൽ നിന്ന് വരുവാന്ന് പറഞ്ഞു. ഈജിപ്തിൽ നിന്ന് വരുവാന്നല്ല പറഞ്ഞത്, ഈ ജപ്തിയായിട്ട് ബാങ്കിൽ നിന്ന് വരുവാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ 143 ഗുൽഗാം വെച്ച് രാവിലെ ഇറങ്ങിയപ്പോഴേ ഞാനിത് പ്രതീക്ഷിച്ചു. എന്നെ പെട്ടെന്ന് 143 പറയാൻ കാരണം? അയ്യോ, ഈ വീട് ജപ്തി ചെയ്യാൻ വരുന്ന 143ാമത്തെ ആളാ സാറ്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആ 143 ആയിരുന്നല്ലേ? പിന്നെന്താ ഉദ്ദേശിച്ചേ? അല്ല, ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. നിങ്ങളുടെ ഭർത്താവ് എവിടെ? നിങ്ങൾ ഭർത്താവ് ലോണേ അടയ്ക്കുന്നത്? അതെയോ, ഞാൻ ഇപ്പൊ വിളിക്കാം. ചേട്ടാ, അയ്യോ, ഇത് നിങ്ങളുടെ ഭർത്താവ് മറ്റേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത മറ്റേ മണി എന്ന് പറഞ്ഞ ആളല്ലേ? എന്നെ മനസ്സിലായില്ലേ? ഈ ബുൾഗാൻ കണ്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് ബുൾഗാൻ വിട്ടേരെ. ബുൾഗാൻ വട്ടം പൊളിഞ്ഞു. അതല്ല പറഞ്ഞു, ബുൾഗാന്റെ കേസ് വിട്ടേരെ. നിങ്ങൾ വന്ന് ഞാൻ ചോദിക്കട്ടെ, SBB ബാങ്കിൽ വന്ന് നിങ്ങൾ ലോൺ എടുത്തില്ലായിരുന്നു? നിങ്ങൾ എന്നിട്ട് എന്തുകൊണ്ടാണ് ലോൺ എടുത്ത പൈസ തിരിച്ചടയ്ക്കാത്തത്? ബാങ്കുമാരെ ചുമ്മാ പരിചയം കണ്ട എവിടെയോ കണ്ട പോലെ. എന്തുകൊണ്ടാണ് നിങ്ങൾ ലോൺ തിരിച്ചടയ്ക്കാത്തത്? എന്ത് ചോദ്യം? ക്ലീഷേ ചോദ്യം ചോദിക്കല്ലേ സാറേ? ഏത് ലോൺ എടുത്ത ബാങ്കുകാരെ ചോദിക്കണം. ആദ്യത്തെ ചോദ്യം, നിങ്ങൾ എന്താണ് ലോൺ എടുക്കാത്തത്? ഡയലോഗ് മാറ്റിപ്പിടി. 2025 വിളച്ചെടുക്കലേട്ടോ. ഞാൻ ഒരു കാര്യം വന്നേങ്ങോട്ട്. നിങ്ങൾ എന്താ ലോൺ എടുക്കാത്തതിന്റെ അടയ്ക്കാത്തതിന്റെ കാര്യം പറഞ്ഞു? സാറേ, താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല. പിന്നെ ഞാൻ പണി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ 6 മണിയാവും. 6 മണിക്ക് വാങ്ങിക്കൊണ്ട് ലോൺ എടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല. 5 മണിക്ക് ബാങ്ക് അടയ്ക്കും. പിന്നെ ഞാൻ അടക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അല്ല, നിങ്ങൾ അടയ്ക്കണം. ഞാൻ അടക്കാൻ 6 മണിക്ക് വന്ന് അടക്കാൻ പറ്റുമോ? അത് പറ്റില്ല. 5 മണിയാകുമ്പോ ബാങ്ക് അടയ്ക്കും. ബാങ്ക് അടക്കും. പിന്നെ ഞാൻ എന്തിനാ 6 മണിക്കൊണ്ട് അടക്കണം? ബാങ്ക് അടച്ചോ? ഒരു ലോൺ 2 ബാങ്ക് ഞാനും കൂടെ അടക്കേണ്ട കേസുണ്ട്. ഇതെന്താണ് ഇയാളീ പറയണ സഹോദരി? എന്റെ ചേട്ടനെ ചിലപ്പോഴൊക്കെ കത്തുള്ളൂ. ഗ്രീപ്സ് കുറവാ. ഗ്രാപ്സ് അതാണ് ഉദ്ദേശിച്ചത്? അതെ, അത് കുറവാ. ഇംഗ്ലീഷ് തട്ടിക്കോ, ഞാൻ ഊഹിച്ചെടുത്തോളാം.
സംഭവം എന്താണെന്നറിയോ? 6 മണിക്ക് പുള്ളി പണി കഴിഞ്ഞ് വരുവോളെന്ന് പറയണം. അതെ. 6 മണിക്ക് വന്നാൽ ലോൺ അടയ്ക്കാൻ പറ്റില്ല. 5 മണിക്ക് ബാങ്ക് അടയ്ക്കും ഞങ്ങള്. വലിയ ഉപകാരം സാറേ. എന്തായാലും സാറ് 5 മണിക്ക് ലോൺ അടയ്ക്കുമല്ലോ, പിന്നെ എന്റെ ചേട്ടനിട്ടിടുമ്പോ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയണത്? ഒരു കാര്യം രണ്ടുപേരും ഒന്ന് വായടച്ച. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ 6 മണിക്കല്ലേ പണി കഴിഞ്ഞ് വരുവുള്ളൂ. നിങ്ങൾ ലോൺ അടയ്ക്കണ്ട. അയലോക്കത്തെ ആരെ കൊണ്ടെങ്കിലും അടപ്പിക്കാലോ. അത് മോശം. മണിയനാ പണി ചെയ്യല്ല. ഞാൻ ലോൺ എടുത്താൽ ഞാൻ തന്നെ അടക്കും. അതിൽ അയലോക്കാരെ കൊണ്ട് അടുപ്പിക്കുന്ന പരിപാടി എനിക്ക്. അല്ലെങ്കിൽ തന്നെ നമ്മളെടുക്കുന്ന ലോൺ അയലോക്കാരെ അടക്കണം ഇത്ര നിർബന്ധം തന്നെ. നിങ്ങൾ ആ കേസ് വിട്ടെ, ഞാൻ അത് എങ്ങനെ ചെയ്തോളാം. നിങ്ങൾ എന്ത് കാര്യത്തിന് ഈ ലോൺ എടുത്ത് എന്തിനായിരുന്നു? അതൊന്ന് പറഞ്ഞു. ഞാൻ ലോൺ സാർ ഒറ്റടുത്തെങ്ങാണ് ഞാൻ പണി കിട്ടിയിരിക്കണം. അറിയോ? ഞാൻ ലോൺ എടുക്കാൻ ബാങ്കി വന്നപ്പോൾ സാർ എന്താ എന്നോട് പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിങ്ങളുടെ ബിസിനസ്സിൽ മറ്റുള്ളവർ കൈകടത്താൻ സമ്മതിക്കരുതെന്ന്. ബിസിനസ് ലോൺ എടുക്കുന്ന എല്ലാവരോടും ഞാൻ പറയും മറ്റുള്ളവരെ ഇതിൽ കൈകടത്തരുതെന്ന് ഞാൻ പറയും. ആ ഒറ്റ വാക്കിട്ട് എന്റെ ബിസിനസ് പൊളിഞ്ഞത്. എന്ത് ബിസിനസ് ആയിരുന്നു നിങ്ങളുടെ? ഗ്ലൗസ് കമ്പനി. ഗ്ലൗസിൽ മറ്റുള്ളവർ കൈകടത്തില്ല ബിസിനസ് നടക്കൂ. പിന്നല്ലാതെ ബിസിനസ് ഒട്ടാൻ പൊളിഞ്ഞ് ഞാൻ ഡിപ്രഷൻ അടിച്ച് വീട്ടിൽ കുത്തി ഇരുന്ന് നരകിച്ച് ആകപ്പാടെ കുളമായി 6 പിള്ളേരുമായി മനസ്സാകമായിട്ട് തകർന്ന് ആകപ്പാടെ പ്രശ്നമായി പോയി. എത്ര പിള്ളേരാന്നാ പറഞ്ഞേ? 6 പിള്ളേര്. അപ്പം മാനസികമായിട്ടും മാത്രമേ തളർന്നുള്ളൂ. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ലോൺ എടുത്താലേ തിരിച്ചടയ്ക്കണമെന്നുണ്ടോ? തിരിച്ചടയ്ക്കണമെന്നുണ്ടോന്നോ? തിരിച്ചടച്ചില്ലേ ഞാൻ പെനാൽറ്റി അടിപ്പിക്കും. ഞാൻ അങ്ങനെ ഞാൻ ഗോളിയാകാം. മെയിൻ ഗോളിയല്ലേ ഞാൻ. സാർ ഇടതളിച്ചാലും വരച്ചാൽ ഞാൻ തളയും ചാടി ഞാൻ കുത്തി വെച്ചു. അതെ എന്റെ പൊന്നു സാറേ, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പ്രാന്താ. ഇയാളുടെ പ്രാന്തേ ഞാൻ മാറ്റിത്തരാം. ഇയാളുടെ പ്രാന്തി ഞാൻ മാറ്റിത്തരാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 3 ദിവസം സമയം ഞാൻ തരും. അതിനു മുമ്പ് ഈ സംഭവം അടച്ചോണം. അല്ലെങ്കിൽ ഞാൻ അടുത്ത തിങ്കളാഴ്ച ചെണ്ടയും കുട്ടി വന്ന് ജപ്തി ചെയ്തിട്ട് ഞാൻ പോകും. ഞാനിത് ചോദിക്കണമെന്ന് വെച്ചിരിക്കുന്നു. ഈ ബാങ്കുകാർ ജപ്തി ചെയ്യാൻ വരുമ്പോൾ ചെണ്ടയും കുട്ടി വരുന്നത് അതെന്നാ സംഭവം എന്ന് മനസ്സിലായില്ലേ? നമ്മൾ എന്തായാലും ജപ്തി ചെയ്യാൻ വേണ്ടി വരുമ്പോ ഈ വീട്ടുകാർക്ക് മാനസികമായിട്ട് അവര് പൊതുവെ ഒരു വിഷമത്തിലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ഈ ചെണ്ടമേളക്കാരെ ഇറക്കി വിട്ടിട്ട് ഇവര് ചെണ്ട അടിക്കും. അപ്പൊ ഇവർ ഈ താളത്തിൽ മുഴുകി നിൽക്കും. ആ സമയത്ത് നമ്മൾ ബാക്കി കൂടെ വന്ന് തക്കത്തിന് നമ്മൾ ജപ്തി ചെയ്തോണ്ട് പോകും. മാറ്റി വിടും. അങ്ങനെയാണ് ചെണ്ടമേളത്തൊക്കെ നല്ലത്. ബാൻഡ് സെറ്റാ. ബൈക്ക് ന്യൂ വോയ്സ് എന്ന് പറഞ്ഞ് ബാൻഡ് സെറ്റ് ഉണ്ട്. അവരെ വിളിച്ച കിടുക്കുവരും. ബാൻഡ് സെറ്റ് പറ്റത്തില്ല, ചെണ്ടമേള പറ്റത്തുള്ളൂ. അതിനെ സംഭവം അറിയോ? നമ്മുടെ ഈ ബാങ്കിൽ നിന്ന് 20ഓളം ചെണ്ട മേടിക്കാൻ വേണ്ടി ഇവർ ലോൺ എടുത്തിട്ടുണ്ട്. ഇവർ ഇത് അടയ്ക്കുന്നില്ല. അപ്പൊ ഞാൻ മാസത്തിൽ ഇവർക്ക് ഒരു വർക്കം നോക്കും. ആ പൈസ ഞാൻ നേരെ ലോണിലേക്ക് അടപ്പിക്കും. അങ്ങനെ ബിസിനസ് നമ്മൾ വർക്കൗട്ട് ആക്കുന്നുണ്ട്. എന്ത് സംഭവമല്ലേ? അല്ല ഈ ബാങ്കിൽ നിന്ന് ചെണ്ട മേടിക്കാൻ ലോൺ കൊടുക്കും. ചെണ്ട എന്തെല്ലാം ലോണാണ് ബാങ്കിൽ നിന്ന് കൊടുക്കുന്നത്. ബിൽഡിങ്ങൾ പണിയാനുള്ള അങ്ങനെ കടമുറികളൊക്കെ പണിയാൻ വേണ്ടി ലോണാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. എല്ലാ ബാങ്കാ ഇത്? നിങ്ങളുടെ ബാങ്ക് എവിടെ ഇരിക്കണത്? ബാങ്ക് നമ്മുടെ പൗത്രന്റെ വാടക കെട്ടിടത്തില്. കേട്ടാ, സ്വന്തമായിട്ട് ബിൽഡിംഗ് ഇല്ല. അവര് കരക്കാർക്ക് മുഴുവൻ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പൈസ കൊടുത്ത് നടക്കുക. ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം നിങ്ങളുടെ ബാങ്കിൽ നിന്ന് തന്നെ ലോൺ എടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് നിങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് കരക്കാർക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ ലോൺ. നല്ല ഐഡിയ ആണ് കേട്ടോ. നല്ല ഐഡിയ ആണ്. ഒരുപാട് ഐഡിയ എന്റെ കയ്യിലുണ്ട്. സാർ ഇവിടെ ഇരുന്നേ. സാറിനൊരു ചായ എടുത്തേ. ചായ എടുക്കാം. മധുരടാലോ. ചേട്ടന് മധുരം എങ്ങനെയുണ്ട്? പെണ്ണുമ്പുള്ള ഭർത്താവിനോട് ചോദിച്ചേട്ടാ ചേട്ടൻ മധുരം എങ്ങനെയുണ്ടെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? അല്ല നീ പറ. ചേട്ടൻ പറ എത്ര വർഷമായി? അങ്ങോട്ട് കൊടുത്ത് മേടിക്കണത് ഞാനാണ് അങ്ങോട്ട് ചോദിച്ചത്. നീ പറ. അല്ല ആരായാലും എന്താ നമ്മള് ഭാര്യയും ഭർത്താവും ആണല്ലോ. സംസാരിക്കരുത് എന്നോട് സംസാരിക്കരുത്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? എത്ര കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്? ഭാര്യയും ഭർത്താവൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ പോയി പണി നോക്കുന്നത്. എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നാലുണ്ടല്ലോ. പിന്നെ എന്റെ കൈ മാങ്ങാ പറിക്കാൻ പോവും. എന്റെ പൊന്നേ, കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായി അറിയാം. എനിക്കറിയാലോ. അതറിയിക്കാതെ അവനെ ഓടിക്കാൻ വേണ്ടി ഞാൻ എടുത്ത അടവ് എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം. പക്ഷെ അത് അടവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ കട്ടക്ക് നിന്ന എന്റെ അടവ് എങ്ങനെയുണ്ട്? അത് കിടക്കി. ഹലോ, പോയില്ലേ? നിങ്ങൾ രണ്ടുപേരും ഇറക്കിയത് അടവാന്ന് അറിഞ്ഞിട്ട് ആ കിണറിന്റെ മറവിൽ ഒളിച്ചിരുന്ന് എന്റെ അടവ് എങ്ങനെയുണ്ട്? എങ്ങനെ മനസ്സിലായത്? കലാഭവന്റെ പഴയ കോമഡി സ്കിറ്റ് ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അതിന്റെ ക്ലൈമാക്സ് കൊണ്ട് ബാങ്ക് മാനേജർ എടുത്ത് അടിക്കില്ലേ ബുൾഗാം വെച്ചിട്ടുണ്ടെന്നുള്ള എല്ലാ സ്കിറ്റും ഞാൻ കാണും. ഇത് ഈ ലോൺ എടുക്കുന്ന പരിധിയെ കുറിച്ച് നിങ്ങൾ പരിപാടി നോക്കിക്കോ. അതെന്താണെന്നറിയോ? ലോൺ എടുക്കുമ്പോ പെട്ടുപോയതാണ്. എത്ര ബാങ്കിൽ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട്? ഒരുപാട് ബാങ്കിൽ ലോൺ എടുത്തു. എന്നിട്ട് എങ്ങനെ ഇത് അടയ്ക്കണേ? എങ്ങനെയാണ് എനിക്ക് അടയ്ക്കണത്? ഞാൻ പറഞ്ഞത്
നമ്മളാ പ്രോപ്പർട്ടി എടുത്തുന്നത് ഞാൻ കാണിച്ചു കൊടുക്കാം. പിള്ളേര് പഠിക്കുന്ന ബോർഡുണ്ട്, അതിൽ കാണിച്ചു തരാം. അല്ല എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇത് എങ്ങനെ തരണം ചെയ്ത് പോണു? സാറ് ഞാൻ കാണിച്ചു തരാം, സാറിനെ മനസ്സിലാക്കിയിട്ടേ ഞാൻ വിടുള്ളൂ. ആണല്ലേ? പക്ഷെ ഇതെന്താണ് ഇതൊക്കെ? അല്ല പറഞ്ഞാ സാറിന് മനസ്സിലായില്ല, ആ. ഞാൻ വരച്ചു കാണിച്ചു തരാം. വരയ്ക്ക്. അതായത് ഞാനിപ്പോൾ ആദ്യം എ എന്ന് പറഞ്ഞൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ഒരു 10,000 രൂപ. 10,000 എടുത്തു, അത് കൊണ്ട് പലിശയായി 20,000 ആയി. അയ്യോ നടപടിയായപ്പോ എന്നെ പൈസ ഉണ്ടോ? അയ്യോ വിഷയം പക്ഷേ വിഷയമില്ല, ഞാൻ ടെൻഷനില്ല. ഞാൻ ഉടനെ ബി എന്ന് പറഞ്ഞൊരു ബാങ്കിന്റെ അടുത്ത് നിന്നു. അവിടെ പറഞ്ഞു ഒരു 10,000 തരാൻ പറ്റിയല്ല, ഒരു 5,000 തരാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ഒരു 5,000 എടുത്തു. അല്ല 5,000 അല്ല, ഇവിടെ പലിശ കൂടെ കൂട്ടി 20 ആയി. ഒയ്യോ അപ്പൊ എന്നാ ചെയ്യും? അപ്പൊ പേടിക്കണ്ടല്ലോ, ഈ ബാങ്കിൽ നിന്ന് ഞാൻ 10 എടുത്തു, പിന്നെ കിടക്കൂല പലിശ കൂട്ടി 20,000 ആക്കണല്ലോ. സി എന്ന ബാങ്കിൽ ചെന്നു, അവിടെ നിന്നും എടുത്തു 10,000. അപ്പൊ രണ്ടും കൂടെ 20,000 ഏഴ് കടം തീർന്നു. പക്ഷെ അവര് കുഴപ്പമുണ്ടായി, ബിയും സിയും പ്രശ്നമായി, നടപടിയായി. ഒയ്യോ പെട്ടുപോകും കേട്ടോ. ആര് പെടാൻ, ബാങ്ക് കിടക്കുവല്ലേ. പിന്നെ ഡി ഈ 2 ബാങ്കിൽ ചെന്നു, ഇത് വിഷയമായി 20, 10, 30 എടുത്തു. ഇവിടുന്ന് കൊടുത്തു. ഇതും ഇവിടുന്ന് ഡിയും എഫും ജിയും എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് എടുത്തു. 4 ബാങ്കിൽ നടത്തി ഇവരുടെ കടങ്ങ് തീർത്തു. പക്ഷെ ഈ 4 ബാങ്കിന്റെ നടപടി വന്നു. അയ്യോ ഇതെങ്ങനെ വീട്ടു? ഇത് നിസാരം, ബാങ്ക് നല്ലപോലെ കിടക്കുമല്ലേ. ഇവിടെ നിന്ന് ഒരു 4 ബാങ്കിൽ നിന്ന് വീണ്ടും എടുത്തു, മനസ്സിലായോ? 8 ബാങ്ക് 8 ബാങ്കിൽ നിന്ന് അങ്ങ് കീച്ചി. എന്നിട്ട് എല്ലാ ബാങ്കിൽ നിന്നും കൂടെ എടുത്ത് ഇവരുടെ മൊത്തം കടങ്ങ് തീർത്തു. അത് ഭാഗ്യായി പോയി. അപ്പൊ ഇവരുടെ കടോ? അതവിടെ കിടക്കുക. ആ ഒരു ബാങ്കാണ് സാർ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുപോലത്തെ വെളച്ചിൽ എന്റെ അടുത്ത് എടുക്കരുത്. ഇത് മണി ചെയിനല്ലോ? അത് മണി ചെയിനല്ല, ഇതാണ് മണി ലോൺ. മണി എടുക്കുന്ന ലോൺ, അത് മണി ഞാനാണ്. ബാങ്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നടപടി ഞാൻ ഉണ്ടാക്കി ഈ കേസിൽ. പെണ്ണെന്ന രീതിക്ക് പെണ്ണിന്റെ കാര്യമൊന്നുമില്ല. പെണ്ണുങ്ങൾ എല്ലാത്തിനും ഞാൻ പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് ഞാൻ എല്ലാം ഞാൻ ജപ്തി ചെയ്തോട്ട് ഞാൻ പോകും. ഞാൻ തനി കൊണറിയും ജോലി പോണ കേസാണ്. അങ്ങനെ ഒരു പേനയും പേപ്പറും തരി, എനിക്കൊരു പേനയും പേപ്പർ. അപേക്ഷ എഴുതി തന്നിട്ട് ഒരു കാര്യമില്ല. ജപ്തി പോകണം. വായിക്കില്ല ഞാൻ, കണ്ണി ചോറില്ലാത്തവനെ ഞാൻ. എന്റെ ജോലി പോണ പ്രശ്നമാണേ. നിങ്ങൾക്ക് നാട്ടുകാർക്കറിയാവോ, ജോലി പോണ കേസാണ്. ഞാൻ ഇയാളെ ഒറ്റ വിശ്വസിച്ച് ഞാൻ ലോൺ കൊടുത്താണ്. എന്നാ ഞാൻ വായിക്കൊന്നുമില്ല. അത് പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളുടെ തലയ്ക്ക് വെച്ച് തരുവാ. ഞാൻ എന്റെ നിവൃത്തികേട് കൊണ്ട് SBB ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു. പല കാരണങ്ങൾ കൊണ്ട് അടയ്ക്കാൻ സാധിച്ചില്ല. ഇതിന്റെ പേരിൽ ബാങ്ക് മാനേജർ സുഗതൻ എന്നെയും എന്റെ ഭാര്യയെയും മാനസികമായി പീഡിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. ഗുഡ് ബൈ. ഇതിനു മുമ്പ് പല ബാങ്കിന്റെ മുന്നിൽ ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ചരിത്രമുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അല്ല ഞാൻ ജപ്തി വിട്ടു. ഞാൻ ജപ്തി ഒഴിവാക്കി. ഞാൻ ജപ്തി വിട്ടെങ്കിൽ സാർ വിട്ടു. ഞാൻ വിടാം. അയ്യോ ഞാൻ വിട്ടാ ശരിയാവില്ലല്ലോ. പിന്നെ എന്താണ് ഇയാൾ പോണ്ടേ? പോവും. അതെ ഞാൻ ബാങ്കിന്റെ മാനേജറാണല്ലോ, അതിൽ ഞാൻ വേണം. അല്ല അതായത് ജപ്തി വിട്ടെങ്കിലും ഇത് വലിയ ശല്യമായല്ലോ. ഗഡുക്കളായിട്ട് നിങ്ങൾക്ക് അടയ്ക്കാൻ ആയുധം വെച്ചുള്ള കളിയാണ്. കയ്യെ കത്തിക്കൊള്ളു മാറുന്ന അങ്ങോട്ട്. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് കേൾക്കാൻ വിറക് കീറിയ പോലെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഗഡുക്കളായിട്ട് കീറാൻ അല്ല, ചെറുതായിട്ട് കീറാൻ. അത് കീറാം. അതായത് ഞാനേ നിങ്ങൾക്ക് ഈ ലോൺ അടയ്ക്കാൻ വേണ്ടി ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത് കുടുംബ സ്വത്തില്ലേ? അയ്യോ പ്രോപ്പർട്ടി അങ്ങനെ വല്ലതും ഉണ്ടോ? പിന്നെ മുത്തച്ഛന്റെ ടൗണിൽ കിടന്ന കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ ആഴ്ച വീതം വെച്ചു, അതിന്റെ വീതം കിട്ടിയിട്ടുണ്ട്. എന്നിട്ടാണോ ഇത്രയായിട്ട് വലിപ്പിച്ചോണ്ടിരുന്നത്? സംഭവം എടുത്തോണ്ട് വാ. അല്ല അത് വീതം കിട്ടി എടുത്തോണ്ട് വാ. പിന്നെ വീതം കിട്ടി, മുത്തച്ഛന്റെ വീതം കിട്ടില്ല, അതിങ്ങ് എടുത്തോണ്ട് വാ. അത് മതിയോ? ചില എടുത്തോണ്ട് പിന്നെ അതെ ആ വീതം കിട്ടിയെങ്കിൽ താ. അതുകൊണ്ട് നമ്മൾ ലോണും തീർത്തിട്ട് കുറച്ച് പൈസ ഞാൻ അങ്ങോട്ട് തിരികെ തരും. പിന്നെ മണ്ണോ മുത്തച്ഛന്റെ 2.5 സെന്റ് വസ്തു ഉണ്ടല്ലോ ടൗണില്. ഞങ്ങൾ വീതം വെക്കാൻ ചെന്നപ്പോ കാണുന്ന കാഴ്ച, പുള്ളിയുടെ പല ബന്ധത്തിലുള്ള 55 കുടുംബക്കാർ. ഞങ്ങൾ ആഞ്ഞു മാന്നിട്ടാണ് 2 ചിരട്ട മണ്ണ് കിട്ടിയത്. ഇതുപോലും കിട്ടാത്ത ബന്ധക്കാരായി കറങ്ങി നടപ്പുണ്ട്. എന്റെ മുത്തച്ഛന്റെ ഫോട്ടോ ഒന്ന് തരാമോ? ഇല്ല, മുത്തച്ഛൻ്റെ പ്രത്യേകത CCTV പോലും പുള്ളി ഇതുവരെ പെട്ടിട്ടില്ല. പതിയല്ല, കാരണം 55ഓളം കുടുംബം കിടക്കുവാ പുള്ളിക്ക്. പിന്നെ എങ്ങനെ പുള്ളി CCTV പതിയണേ? എന്ത് കഷ്ടമാണോ ഞാൻ എന്റെ ജോലി. ഇവിടെ പിടിക്കാം. അതെ സാറേ, ഞാൻ ഈ വെള്ളം ഒന്ന് കോരിക്കോട്ടെ. വെള്ളം ഞാൻ കോരും, അതല്ലല്ലോ വിഷയം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ,
നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത് വല്ലതും ഉണ്ടോ? കിട്ടിയിട്ടുണ്ട്. വെരിക്കോസ് വൈനും മുടികൊഴിച്ചിലും. അത് കൊടുത്ത് എന്തെങ്കിലും പിന്നെ തിരുപ്പം കൊണ്ട് ബാങ്കിൽ കൊണ്ട് പണം വെക്ക്. എന്തൊരു പെണ്ണുമ്പുള്ളി അത്. എന്റെ സാറേ, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഈ ഇട്ട തുണി അല്ലാതെ ഒന്നുമില്ല. വിറകോട്ടുകാരാ രാമു, വിറകോട്ടുകാരാ, നീ വിറകം വിട്ട് മാറിക്കോണം. ഇപ്പൊ ഞാൻ പോവാണ്. അടുത്ത ആഴ്ച അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു ചെറിയൊരു ഐഡിയ എന്റെ കയ്യിൽ ഉദിച്ചതാണ്, ഒന്നും വിചാരിക്കരുത്. ഐഡിയ ഉണ്ട്, പറ, രക്ഷപ്പെടാം. സാറേ, ഈ ലോൺ അടയ്ക്കാൻ വേണ്ടിട്ടേ എന്റെ ചേട്ടന് സാറിന് വേറൊരു ലോൺ കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറയണമെന്നൊന്നും തോന്നരുത്. ഒന്നാമത് നിങ്ങളുടെ ഭർത്താവിന് എലിജിബിലിറ്റി ഇല്ല. എന്താ സാറേ? എലിജിബിലിറ്റി ഇല്ല. ഇനി ചോദിക്കരുത്, മൂന്നാമത് പറഞ്ഞാൽ തെറ്റും. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാ ഞാനും സാറും തമ്മിൽ തെറ്റും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10-18 കൊല്ലായി, അതിൽ 6 പിള്ളേരുമായി. ഈ പറഞ്ഞ സാധനം അയാൾക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അതങ്ങ് സഹിച്ച് കേട്ടാ. എന്തുവാടോ ഈ പെണ്ണുങ്ങൾ പറയുന്നത്? അങ്ങോട്ടോ, ഇതേ ഒരു സ്ത്രീയോട് പറയാൻ പറ്റുന്ന വാക്കാണോ നിങ്ങൾ പറഞ്ഞത്? അത് സ്വന്തം ഭർത്താവിനെ കുറിച്ച്. നിങ്ങളുടെ ഭാര്യയോട് ഞാൻ വന്ന് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ അവര് സമ്മതിക്കും? ഇത് നിന്നോട് പറഞ്ഞ ഞാൻ ആ സ്പിരിറ്റ് നമ്മൾ ആണുങ്ങൾ ഞാനതിലങ്ങ് വിട്ടേനെ. ഇത് കേസ് അവിടെ കേസ് കൊടുത്താൽ സാറ് തൂങ്ങും. അറിയാവോ? നിങ്ങൾക്ക് ശരിക്കും എലിജിബിലിറ്റി ഇല്ല. ഇല്ലെങ്കിൽ ആയിക്കോട്ടെ, ഇതുമായി ഇത്രമായി, ഇനി ഉണ്ടേലല്ല ഇല്ലേലല്ല, അത് വിടും. നിങ്ങളോട് ഞാൻ കുറച്ച് കൈസ കടം മേടിച്ചിട്ടുണ്ട്, അതങ്ങ് തിരിച്ചറിയുമ്പോൾ അതിന്റെ പ്രശ്നം ചെയ്യുന്നു. അതിന് എന്റെ എലിജിബിലിറ്റി കയറി പിടിക്കേണ്ട കാര്യം ബാക്കി. രണ്ടുപേരും കേൾക്കാൻ വേണ്ടി പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പോട്ടെ, അടുത്ത ആഴ്ച വരും. ഇതിന് നാട്ടപ്പെട്ടി ഞാൻ ഉണ്ടാക്കും. ആത്മഹത്യ അതിന് മുമ്പ് നിന്നെ ഞാൻ കൊല്ലും. എന്റെ ജോലിയാണ് പോയത്, അറിയാവോ? ശരിയാക്കാൻ ഞാൻ നോക്കിക്കോ. ആത്മഹത്യ മിണ്ടത് ആത്മഹത്യ, നിന്നെ എറിഞ്ഞാൻ കൊല്ലും ഞാൻ. പുള്ളി 50 മില്യൺ അടക്കണല്ലോ, പുള്ളി പോയല്ലോ. ഇനി ലോൺ അടക്കാൻ എന്നെ ചെയ്യും? ഇനി എന്തോ ചെയ്യാൻ? ഇതുവരെ നിങ്ങൾ എന്താ ചെയ്തോണ്ടിരുന്നേ? ലോൺ എടുക്കാൻ വേണ്ടി ലോൺ എടുക്കും. അതാണല്ലോ. എന്നാ പിന്നെ ഇനി അത് തന്നെ അടക്കട്ടെ. ഇനിയിപ്പോ നാട്ടിലുള്ള എല്ലാ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു. ഇനി ലോൺ എടുക്കാൻ 3 പ്രൈവറ്റ് ബാങ്ക് തുറന്നിട്ടുണ്ട്. അവരോട് ചോദിച്ചാലോ? എവിടെ? നമ്മുടെ നാട്ടിലോ? പിന്നെ അതെ, 3 മനേരന്മാരോട് ചോദിക്കുവാണ്. ഞങ്ങളുടെ അവസ്ഥ കണ്ടല്ലോ, പെട്ട് നിൽക്കുക. അപ്പം ഒരു നല്ലൊരു ലോണിങ് പാസ്സാക്കി തരണം. ലോൺ പാസ്സാക്കി തരാം. നിങ്ങൾ എത്രയാ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ എത്ര ഉദ്ദേശിച്ചാലും ബാങ്ക് അതൊന്നും തരികയല്ലോ. ബാങ്കിനൊരു തീരുമാനം കാണുമല്ലോ. അത് എന്നാന്ന് വെച്ചെങ്കിൽ തന്നാ മതി. അല്ല, ഞങ്ങളെ ഒരു കാര്യം ചെയ്യാം. ഞങ്ങൾ മാനേജർമാര് 3 പേരും കൂടെ ഒന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് എത്രയാന്നുള്ളത് നിങ്ങളെ അറിയിക്കാം. അതുപോലെ എത്രയും പെട്ടെന്ന് അറിയിക്കണേ. എത്ര? ഇത് പരസ്പര ജാമ്യത്തിലെ തരത്തുള്ളൂ. 3 പേരെങ്കിലും വേണം. ആവശ്യം സമ്മതിച്ചിട്ട് നിങ്ങൾ ലോൺ പറഞ്ഞോ? എന്നാ പറഞ്ഞാ പോരാ, താ ഇങ്ങോട്ട്. അത് തരാം, പക്ഷെ അത് തരണമെങ്കിൽ ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരാൾ അവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കണം. ആണല്ലേ? അതിന് ശേഷമേ തരുള്ളൂ. നോക്കട്ടെ. നല്ല സ്കിറ്റായിരുന്നല്ലേ? എന്തോരം ലോണാ എടുത്തേ അല്ലേ വിജുകുട ചേട്ടാ? ബാസി, പോൾസ മായേ, നല്ല സ്കിറ്റ് ആയിരുന്നിട്ടാ, ഉഗ്രം സ്കിറ്റ്. ബാസി, കൺഗ്രാജുലേഷൻ. അതെ, നമ്മുടെ കേരള സർക്കാരിൻ്റെ ഈ വർഷത്തെ സംസ്ഥാന പുരസ്കാരം വാങ്ങിച്ചതിൽ വളരെ അധികം സന്തോഷവും അഭിമാനവും ഒക്കെ കൊണ്ട് നമുക്ക് നല്ലൊരു കയ്യടി ബാസിക്ക് കൊടുക്കണം. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിലെ ബെസ്റ്റ് ഡബിംഗ്. ആകപ്പാടെ ഒരു പടവേ ഡബ് ചെയ്തിട്ട് ആ ഒറ്റ പടത്തിന് സ്റ്റേറ്റ് അവാർഡ്. എല്ലാവർക്കും കിട്ടാത്ത ഒരു അംഗീകാരമാണത്. കാരണം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് അവർക്കൊക്കെ ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര മഹാഭാഗ്യമാണ്. അത് തന്നെയല്ല, 2 സംസ്ഥാന അവാർഡുണ്ട് ബാസിക്ക് അല്ലേ? കൊമേഡിയനായിട്ടുണ്ടല്ലേ? അത് കഴിഞ്ഞ എത്ര വർഷത്തിന് മുമ്പ്? 2022. അപ്പോൾ 2 കൂടി അടിപൊളി കേട്ടാ, നമ്മുടെ അഭിമാനമാണ്. ഈ സ്കിറ്റ് ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. കാരണം ബാങ്കിൻ്റെ നമ്മുടെ ജപ്തിയായിട്ടുള്ള അതോടനുബന്ധിച്ചുള്ള സ്കിറ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിനൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. ഈ ബാങ്ക് മാനേജറെ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു മറ്റേ ഗ്രാഫ് വരച്ച് കാണിച്ചു കൊടുത്തിട്ട് കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം, അത് ഒന്നും നടക്കൂല. അവരുടെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ പോലും നടക്കൂല. അവസാനം ഒരു 3 ബാങ്ക് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഇനി ഏത് ബാങ്കാണ്, ഏത് പ്രൈവറ്റ് ബാങ്കാണ്? അതിന് ഞങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്തതും ഒക്കെ വളരെ രസമുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു ക്ലൈമാക്സ് ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ അവിടെ തന്നെ ചെയ്യുകയാണ് ചെയ്തത്.
ഞങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് അത് അവരെയും കൂടി അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അവരെ കുറിച്ച് സംസാരിക്കുക, അങ്ങനെയൊക്കെ ആ ഒരു സംഭവം മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കൗണ്ടർ ഉണ്ടായിരുന്നു ഇതിനകത്ത്, 3 പേര് ഭാഗത്തുനിന്നും കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇതിനു വേണ്ടിയുള്ള കൗണ്ടറുകൾ മാത്രമായിരുന്നു, ഒരു ആവർത്തന വിരസതയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം തൊട്ടും അവസാനം വരെ നമ്മൾ എൻജോയ് ചെയ്തിരുന്ന് അടിപൊളി. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മണിക്കുട്ടാ. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഞാൻ കേരള സ്റ്റേറ്റ് അവാർഡിനെ വളരെ ബഹുമാനപൂർവ്വം കാണുന്ന ഒരാളാണ്. അത് എനിക്കറിയാവുന്നുള്ള എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ കിട്ടുക അതൊരു വലിയ സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ അവിടെ വന്നൊന്ന് കൺഗ്രാലേറ്റ് ചെയ്തിട്ട് ബാക്കി 2 വാക്ക്. ചെറിയൊരു കാര്യമല്ല, ഇത്രയും വലിയ ജൂറി ഇങ്ങനെ ഒരു അവാർഡ് നൽകുക എന്ന് പറയുന്നത് വലിയ അംഗീകാരം തന്നെയാണ് ചേട്ടാ. ചേട്ടനെ പോലെ ഞങ്ങളും ഈ അവസരത്തിൽ അഭിമാനിക്കുകയാണ്, സന്തോഷിക്കുന്നു. ഇനി സ്കിറ്റിലേക്ക് വരാം. നമ്മൾ ഈ പറയുന്ന പോലെ ജപ്തി നടപടികൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഈ ക്യാരക്ടറൈസേഷൻ, ഇവർ ആ ആക്ടിലൂടെ ഇത് കാണുന്ന നമ്മളെയും ഇത് കാണാൻ പോകുന്ന പ്രേക്ഷകരെയും സംബന്ധിച്ച് ആകർഷണീയമാക്കി. അതൊരു സ്പെഷ്യൽ ഗൈഡ് നിങ്ങൾക്ക് തന്നേ പറ്റും അല്ലേ? ആ ക്യാരക്ടറൈസേഷനാണ് ഇവർ കൊടുത്തേക്കുന്ന ക്യാരക്ടർ. അതിന് 100% ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടി കൗണ്ടർ ഉണ്ടാക്കി. അത് ഗംഭീരം, നമ്മൾ കണ്ട് അങ്ങ് എൻജോയ് ചെയ്തു. ഇതിൽ ഏറ്റവും നമ്മളിലോട്ട് ഈ ക്ലൈമാക്സ് കൊണ്ടുവന്നതും അതും പ്രൈവറ്റ് ബാങ്ക് അങ്ങനെ കൊണ്ടുവന്നതും അത് ബ്രില്യൻ തോട്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ വേറൊരു കൗണ്ടർ, അതായത് എന്തുകൊണ്ട് ബാൻഡ് മേളക്കാരെ വിളിച്ചോടെ ഈ ചെണ്ടക്കാർ. അപ്പം പറയും ചെണ്ടക്കാർ കുറേ ലോൺ എടുത്തിട്ടുണ്ട്, അവർക്ക് കൊടുക്കുമ്പോൾ ആ ലോൺ അടഞ്ഞു. അങ്ങനെ ഭയങ്കര സ്നേഹമുള്ള ഒരു മാനേജറായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ ബാങ്ക് മാനേജർ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്, ഇവിടെ കൊണ്ട് അത് ഘടുഘടുവായി വെട്ടുക, എന്നിട്ട് അവിടെ കൊണ്ട് കിണറിൽ വെള്ളം കോരിക്കുക, അങ്ങനെയുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. ഓൾ ദ ബെസ്റ്റ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. നല്ല കണ്ടന്റ് ആണ് കേട്ടോ. കാര്യം ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു 100% ആൾക്കാരും ലോൺ എടുത്തിട്ട് തന്നെ കാര്യങ്ങൾ നടത്തുന്ന ആൾക്കാർ എല്ലാവർക്കും ലോണുണ്ട്. ലോൺ ഇല്ലാത്ത ആൾക്കാരില്ല. ഇതിലിപ്പോൾ ജപ്തിയെക്കാട്ടിലും പ്രാധാന്യം ആ ലോൺ എടുക്കാനുള്ള ആ മനസ്സ് കാണിക്കുന്ന ആ മനുഷ്യനെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ലോൺ തരാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പല പല പേരിലുള്ള പല പല ബാങ്കുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് എടുക്കുക, ഈ അടയ്ക്കുക എന്നുള്ള ഒരു സംസാരം അവിടെ വരുന്നേ ഇല്ല. എങ്ങനെ അടയ്ക്കും, എങ്ങനെ അടച്ചു തീർക്കും എന്നുള്ളത് അവിടെ വരുന്നില്ല. എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു മനസ്സ് കണ്ടെത്തിയ ഒരാളാണ് മിസ്റ്റർ ചേട്ടൻ്റെ പേരെന്തായിരുന്നു ഇതിൻ്റെ അകത്തിട്ട്? മണിച്ചേട്ടൻ. അങ്ങനെ ഒരു മനസ്സ് കാണി എടുക്കുക എന്നുള്ളതാണ് നമ്മുടേത്. അടയ്ക്കുക എന്നുള്ള പിന്നത്തെ വിഷയമാണ്. അത് പിന്നെ എപ്പോഴെങ്കിലും നമുക്കാകാം. കോയമ്പത്തൂർ അവിടെ ഒരു പ്രൈവറ്റ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ലോണുകൾ എടുത്ത് മാത്രം കുടുംബം കൊണ്ട് കിടക്കുന്ന ഒരാളെ ആദ്യമായിട്ട് കാണാണ്. എന്തായാലും അങ്ങനെ ഒരു ത്രെഡ് എടുത്തത് ഭയങ്കര രസമായിട്ട് നിങ്ങളത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇതിൽ നിങ്ങൾ വേറൊരു സാധനം, നിങ്ങൾ 2 പേരും കൂടെ വഴക്കുണ്ടാക്കി മാനേജർ അവിടെ പോയി ഒളിച്ച് നിന്നിട്ട് തിരിച്ച് അവിടെ നിന്നോട്ട് പറയുന്ന കൗണ്ടർ ഉണ്ടല്ലോ, ഈ സാധനം പഴയതാണെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അതിനെ വെട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ബുദ്ധിപൂർവ്വം വേറൊരു സാധനം, ഞാൻ ഇഷ്ടംപോലെ കലാഭവൻ്റെ കാസറ്റ് കാര്യം ജാമ്യം അവിടെ എടുത്തു. എന്തായാലും എങ്ങനെ കറക്ക കുത്തിയായാലും നിങ്ങൾ 3 പേര് ആദ്യമായിട്ടല്ലേ? മായ ഫസ്റ്റ് ടൈം അല്ലേ ഇവരുടെ കൂട്ടത്തില്ല? ഗംഭീരമായിരുന്നു കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇനി എൻ്റെ അപ്പുറത്തേക്ക് പറയാനായിട്ടൊന്നുമില്ല. നല്ല രസമായിട്ട് നിങ്ങൾ 3 പേര് അത് അവതരിപ്പിച്ചു. ഇനി നിങ്ങൾക്ക് എത്ര രൂപ, അതായത് മണിക്ക് എത്ര രൂപ തരണമെന്നുള്ളത് ഞങ്ങൾ തമ്മിൽ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരായിട്ട് ഗഡുക്കളായിട്ടാണ് തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ആദ്യ ഗഡു ആരാ തരുന്നത്? ഞാൻ കൊടുക്കാം. എൻ്റെ ബാങ്കിൽ നിന്ന് ഒരു 17,000 രൂപ ഞാൻ തരാണ്. 17,000 രൂപ ലോൺ ആയിട്ടുണ്ട്. ഞാൻ ഒരു 1000 രൂപ കൂടെ കൂട്ടി ഒരു 18,000 രൂപ കൊടുക്കുകയാണ്. അപ്പൊ 2 പേരും കൂടെ ചേർന്ന് 35,000 രൂപ ആയിട്ടുണ്ട്. ഇത് ഗൂഗിൾ പേ ആണ്. ഗൂഗിൾ പേ അയക്കത്തേ ഉള്ളൂ. മണിയാ പിടിച്ചോ. പ്രീ അപ്രൂവ്ഡ്. ടോട്ടൽ 75,000 രൂപയുടെ സിൽവർ പഞ്ച്. അത്യാവശ്യം നല്ല ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട്. എന്താണ് മണി, പറയൂ മണി. ഇനിയിപ്പോ നമുക്ക് കിട്ടിയല്ലോ, മാനേജ് കൊണ്ടുപോകും. 75 കൊടുക്കണ്ട. അല്ല, അത് കൊടുക്കില്ല, കാണിക്കുന്നേ ഉള്ളൂ. അല്ല ഇനി ഇവിടുത്തെ കടം എന്ത് ചെയ്യും? ഇതെങ്ങനെ അടച്ചു തീർക്കും? അത് ഞങ്ങൾക്ക് ഓരോ പിന്നെ ഗഡുവിലും ഓരോ പഞ്ച് വെച്ച് തരണം. ഓരോ പഞ്ച് വെച്ച് തന്ന് ഈ കടം അങ്ങോട്ട് വീട്ടിൽ പറയൂ. ഇതിന്റെ സന്തോഷം പറയൂ. ലോൺ അപ്രൂവ് ആയതല്ല, 75 സന്തോഷമുണ്ട്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന്റെ സന്തോഷം ഞങ്ങളുടെ ചേർത്ത് പറ. ഇരട്ടി സന്തോഷം ആണോ? നമുക്കത് കാണണ്ടേ ബ്രൂണോയെ? ചേട്ടാ എന്നെ ഈ 75 പറഞ്ഞു മടുത്ത്. അപ്പൊ നിങ്ങൾ ഒരു 1ലേക്ക് വാ.
അതെ അതെ അല്ല മായക്ക് പറയാനുണ്ടാവും കാരണം മായക്ക് ഒരുപാട് പറയാനുള്ളൂ. അതെ അല്ല എനിക്ക് പറയാനുണ്ട്. എനിക്ക് സന്തോഷമല്ല, എനിക്ക് ആശ്വാസമാണ്. വേറൊന്നല്ല, ഇവര് കൂടെ കുറേ മുന്നേ ചെയ്തതാ, കുറേ വർഷം മുന്നേ. പിന്നെ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ പഞ്ചടിച്ച് നിൽക്കുന്ന ടീമാ. അപ്പൊ എന്നിട്ട് പിന്നെ ഞാൻ കാരണം ഇനി മാർക്ക് കുറയോ ആ ഒരു ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു. അല്ല ആ ഒരു പേടിയും ടെൻഷനും ഉണ്ടായിരുന്നു. പിന്നെ ബാസിച്ചേട്ടന്റെ കൂടെ നിൽക്കാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യവും സന്തോഷം. അപ്പൊ എന്തായാലും ലോണിന്റെ പഞ്ചിന്റെ സന്തോഷം അവിടെ നിൽക്കട്ടെ. ഉഷാറായിട്ട് അടുത്ത സ്കിറ്റിൽ നമ്മൾക്ക് അടുത്ത പഞ്ചിന് കാണാം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ ഒരു ടീം ഒരു സ്കിറ്റ് റെഡി ആയിട്ട് വിളിക്കട്ടെ. വിളിക്കൂ. നമ്മുടെ മനു കുമാരി ഉണ്ട്, ബിജു ചേട്ടനുണ്ട്, കൂടെ സന്ധി ചേച്ചി ഉണ്ട്. ഒരു നല്ല ഗൈഡി. ഞാൻ വെറുതെ നിന്നപ്പോ ഈ ഫോണിന് ബെല്ലടിക്കണ്ട. ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോ കൊണുകൊണക്കണോന്ന് വിളിക്കണ്. കഷ്ടം തന്നല്ല ഭഗവാനെ. സുലോനെ, എന്തോന്നടി വിശേഷം? ഓ ഇളയവൻ ജോലിക്ക് പോയടി. ബിവറേജിൽ ജോലിയല്ലേ, അവൻ നേരത്തെ പോയി. മൂത്തവനാ എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞ് കിടപ്പുണ്ടടി. ഓ അവൻ ആര് പെണ്ണു കൊടുക്കാനടി? ജോലിയും കൂലിയില്ലാത്ത മൂത്തവൻ എങ്ങനെ ആര് പെണ്ണു കൊടുക്കും? ഇളയവനൊരു കല്യാണാലോചനയൊക്കെ വന്ന് ഇന്ന് വൈകുന്നേരം കുടുംബശ്രീ വരുമ്പോ ഞാൻ പറയാൻ കേട്ടാ. വെക്കേട്ടാടി. അയ്യോ അമ്മ, അമ്മയുടെ കയ്യിലെന്തോ പറ്റി? അമ്മയുടെ കയ്യിലെന്തോ പറ്റി? പറ. കയ്യിൽ എന്തൊരു പറ്റിയെന്നാ? രാത്രി ആവുമ്പോ നിനക്കൊക്കെ തിന്നാൻ വേണ്ടി വെച്ച് വിളമ്പി തരണ്ടേ? അത് തന്നെ ഇത്. അപ്പൊ ഇന്ന് രാത്രി ഫിംഗർ ചിപ്സ് അല്ലേ? പൊളിച്ച്. ഈ ഫിംഗർ എടുത്തിട്ട് നിന്റെ മോന്തലൊന്നും തന്നോണ്ടല്ല. എന്താ ഇങ്ങനെയൊക്കെ പറയണത്? നീ എവിടെ പോയിരുന്ന എത്ര നേരം? ഞാൻ ഡോഗ് ഷോ ഉണ്ടായിരുന്നു. ഡോഗ് ഷോ. ഡോഗ് ഷോയാ? അതെവിടെ? അപ്പഴത്തെ സർല ചേച്ചിയുടെ പട്ടിയില്ലേ, അതിനെ ഇന്ന് കെട്ടിയിട്ടില്ലായിരുന്നു കേട്ടാ. അറിയാതെ ചെന്ന് കയറി കൊടുത്ത് അറഞ്ഞ പുറഞ്ഞ കീറി അങ്ങ് വിട്ട്. ഓ പേ ഉള്ളതാണോ എന്തോ? 1 രൂപ പേ ചെയ്തില്ല, ഫ്രീ ആയിട്ട് കടിച്ചാൽ അതങ്ങ് പോവുകയും ചെയ്യും. നീ എവിടെ പോയിരുന്നടാ ഇത്ര നേരം? അമ്മ, എന്റെ കൂടെ പഠിച്ച അല്ലമീന്റെ കല്യാണമായിരുന്നു. 46 വയസ്സ് കഴിഞ്ഞവന്. കൂടെ ഉള്ള പിള്ളേർക്കൊക്കെ കല്യാണമായി. നീ ഇങ്ങനെ പട്ടിടിയും കൊണ്ട് നടടാ. എനിക്ക് അവന്റെ കല്യാണത്തിന് പിന്നെ എന്നെ വിളിച്ചാ എനിക്ക് പോണ്ടേ? മക്കളെ, ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഓ അങ്ങ് UK നേഴ്സാണ് പെണ്ണ്. തന്നെ കൊറേ ഇഞ്ചക്ഷൻ ചെയ്ത് മരിക്കും ഞാൻ. ചെറുക്കന് താല്പര്യം ഉണ്ടെങ്കിൽ ചെറുക്കനെയും കൂടെ അങ്ങ് കൊണ്ടുപോവാനാണ് പദ്ധതി. പറന്നു പോവാം. എന്റെ ഭഗവാനെ, എന്റെ മക്കളെ സഹോദര സ്നേഹം കണ്ട. ഇളയവന് കല്യാണം എന്ന് പറഞ്ഞപ്പം മൂത്തവന്റെ ഒരു സ്നേഹം നോക്കിയാണ്. ആരാ കല്യാണം എന്ന് പറഞ്ഞത്? നിന്റെ അനിയ സുരേഷിന്റെ കല്യാണം. അപ്പൊ എന്നെ കെട്ടിക്കണ കഥയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്? നിന്നെ കെട്ടിക്കണ കേട്ടാടാ. നിന്നെ കെട്ടിച്ച നീ എന്തോ എടുത്ത് കൊടുക്കോടാ? എല്ലാ മാസം 1-ാം തീയതി അവൾ എന്താവശ്യപ്പെടുവോ അത് അവക്ക് ഞാൻ ചെയ്തു കൊടുത്തു. 1-ാം തീയതി വല്ലത് വാങ്ങിച്ചു കൊടുക്കാൻ നിന്റെ കയ്യിൽ പൈസ ഉണ്ടാടാ? എന്റെ പൈസ ഇല്ല, ജോലിയും കൂലി ഇല്ലെന്ന് അറിയാല്ല. പിന്നെ എന്തിനീ നാണം കേട്ട ചോദ്യം ഇങ്ങോട്ട് ചോദിക്കണത്? എന്റെ അനിയന് 1-ാം തീയതി ശമ്പളം കിട്ടുമോ? അവന്റെ ശമ്പളത്തിൽ നിന്ന് മാറ്റി ഞാൻ എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും കൊടുക്കും. മനസ്സിലായ? അയ്യോ, നാണം ഉണ്ടാടാ നിനക്ക്? നാണം ഇല്ലെന്ന് അറിയാല്ല. നാണമില്ലാത്ത ഒരേ ഒരു സ്ത്രീ നിങ്ങളാണ്. അറിയാമോ? എന്ത്? നാടൊട്ടൊക്കെ മുഴുവൻ ചെന്ന് നടന്ന് കല്യാണാലോചിക്കണ്ട ഇളയ മോന് വേണ്ടി. എന്റെ പൊന്നു മനേഷ, നമ്മളെ നാട്ടിൽ ഇങ്ങനെയാണ്. മൂത്തവൻ ഇങ്ങനെ ദാണ്ട ഇങ്ങനെ നിൽക്കുന്നു. നിങ്ങളൊക്കെ വീട്ടിൽ എങ്ങനെയാണ്? മൂത്തവനെ നിർത്തിക്കൊണ്ട് ഇളയ മോനെ കെട്ടിക്കുവോ? ഒരു പേരിന് വേണ്ടി ഒരു നല്ല പെണ്ണിനെ എനിക്ക് ഒന്നും കൊണ്ട് കാണിക്കാത്തത്. നിനക്ക് ഞാൻ കല്യാണാലോചന കൊണ്ടുപോയില്ലേടാ? കഴിഞ്ഞ ഞായറാഴ്ച ആലപ്പുഴ നിന്നെ ഞാൻ കല്യാണാലോചന കൊണ്ടുപോയില്ലേടാ? അവിടെ ചെന്ന് നീ എന്തൊക്കെ വരുത്തി വെച്ചടാ? അവിടെ ചെന്ന് പെണ്ണിന്റെ തന്ത പറഞ്ഞ് ചെറുക്കനും പെണ്ണിനും കൂടെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മാറി ഇരുന്ന് സംസാരിക്കാൻ. ഇവൻ പെണ്ണിന്റെ മുറി കയറി ഇരുന്നിട്ട് ചോദിക്കല്ലേ, തിരിച്ചു പോവാൻ വണ്ടിക്കൂലിയില്ല, കയ്യിൽ കാശായിട്ടാണെങ്കിൽ കാശ് മതി, അല്ലെങ്കിൽ കഴുത്തി കിടക്കണ മാല ഉരി പണയം വെക്കാൻ തരുമോന്ന്. അത് എന്റെ നിവൃത്തികേട് കൊണ്ട് ഞാൻ ചോദിച്ചു പോയി. എടാ, ഒരു കല്യാണം കഴിക്കണ പെണ്ണിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണാടാ നീ ചോദിച്ചത്? എന്തോന്നു കുഴപ്പം? അവരിങ്ങോട്ട് തരണേല് കുറച്ച് തന്നാ പോരെ, ലാസ്റ്റ് ബാക്കി പോരെ. അവസാനം ഞാൻ കയ്യും കാലും പിടിച്ചിട്ടാണ് അവര് തരണേല് കുറച്ചങ്ങ് നിനക്ക് തന്നത്. അയ്യേ, വലിയ കാര്യം തന്നെ. അമ്മ ഒരു 300 രൂപ താമ. ഞാൻ നോട്ട് കിഴങ്ങി കണക്ക് കെഞ്ചി ചോദിക്കല്ലോ, ഒരു 300 രൂപ താമ. നിനക്കെന്താ 300 രൂപ? സുമതി വളവ് കാണാൻ എല്ലാരും പോണു, എന്നെ മാത്രം പോകും. സ്വന്തം തള്ളേരെ നടുവിന്റെ വളവ് അവന് കാണണ്ട. അങ്ങ് എവിടെ കിടക്കണ സുമതിയുടെ വളവ് അവന് കാണുന്നു. ഞാൻ പറഞ്ഞു ചുമ്മാ എന്റെ മണ്ട കെട്ട് കയറാൻ വരാതെ ചുമ്മാ ആവശ്യമല്ലാതെ. അമ്മ, 1 മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അരിയൊക്കെ വാങ്ങിച്ചാടെ? അരി മേടിച്ച് അടുക്കളയുടെ അവിടെ വെച്ചിട്ടുണ്ട്. പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാ? പലചരക്ക് സാധനങ്ങളെല്ലാം ഉണ്ട്. അമ്മയുടെ എണ്ണയും കുഴമ്പോ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ വാങ്ങിച്ചാടെ?
എന്നെ കൊണ്ട് പച്ച തെറി വിളിപ്പിക്കരുത്. ഈ വീട്ടിലെ മൂത്ത ചേട്ടൻ നിങ്ങളാണ്. അപ്പൊ ഈ സാധനങ്ങളെല്ലാം നിങ്ങളല്ലേ മേടിച്ചു വെക്കേണ്ടത്. ജോലി ഇല്ലെന്ന് അറിഞ്ഞൂടെ, പിന്നെ എന്തിനു ചോദിക്കണം? എന്നാലും പണിക്ക് പോകാൻ പോയി എന്ന് പറയരുത്. അനിയന്റെ ശമ്പളത്തിന് ഇങ്ങനെ ജീവിച്ചോണം. ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമായിരുന്നു. മൊത്തം ശമ്പളം ഞാൻ അമ്മയെ തന്നെ ഏൽപ്പിക്കുകയാണ്. പൊന്നു മക്കള്. മക്കളെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ്. അവനല്ല, നിനക്ക്. കൈവിട് അമ്മ. അതെന്താ അമ്മ അങ്ങനെ? ചേട്ടൻ ഇരിക്കാൻ നേരത്തെ അനിയൻ കല്യാണം കഴിക്കുന്നത് ശരിയാണ്? അതെന്തൊരു സംസാരം, അത് പറഞ്ഞത് തെറ്റിപ്പോയി. ചേട്ടൻ നിൽക്കുമ്പോഴെന്നല്ലേ പറയാനുള്ളത്? ചേട്ടൻ ഇപ്പൊ ഇരിക്കുവല്ലേ, അതുകൊണ്ടാണ്. പിന്നെ അങ്ങനല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ കുറച്ചേരം കഴിച്ചു നിന്നാലോ? ഇവിടെ നിൽക്കണ്ട, അങ്ങോട്ടെങ്ങനെ പോയി നിൽക്കില്ല. അമ്മ ഓ അമ്മ, എനിക്കിപ്പൊ കല്യാണം വേണ്ടമ്മ. എന്തോ കാരണം ഞാൻ ഇത്തിരിയോട് ഒന്ന് സെറ്റിൽഡ് ആയിട്ട് മതി എനിക്ക് കല്യാണം തുടങ്ങാൻ എന്റെ ആഗ്രഹം. കല്യാണം വേണ്ടേ? എനിക്കിപ്പോ കല്യാണം വേണ്ട. കല്യാണം വേണ്ടേ? വേണ്ട. അമ്മ, അവന് കല്യാണം വേണ്ടെന്ന്. എനിക്ക് കെട്ടിച്ചാമ, എനിക്ക് കെട്ടിച്ചാമ, എനിക്ക് പെട്ടെന്ന് കെട്ടിച്ചാമ. ഞാൻ കെട്ടിക്കോളാം. നീ എന്താ ഓന്തിന്റെ ജന്മോടെ? എടാ നേരത്തെ നീ പറഞ്ഞായിരുന്നു അവരേട്ടെ എനിക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പഴെന്തിനാ മാറ്റി പറയണത്? അല്ല, ഞാനായിട്ട് എന്തിനാണ് ഒരു പെണ്ണിന്റെ ജീവിതം ഒരു കുഴിയിലോട്ട് തള്ളിവിടുന്നതെന്ന് ഓർത്ത്. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം, ഇങ്ങോട്ട് വാ. അതായത് ചേട്ടന്റെ ചെലവുകൾ മൊത്തം നോക്കുന്ന ആരാണ്? ഇനി ചേട്ടനെ ഒരു പെണ്ണിനെയും കൂടെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇനി അതിന്റെ ചെലവും കൂടെ ഞാൻ നോക്കണം. അതിലും നല്ലത് ഞാൻ ആ പെണ്ണിനെ കല്യാണം കഴിച്ച് അതിന്റെ ചെലവ് ഞാൻ നോക്കുന്നതല്ലേ നല്ലത്. ഉളുപ്പുണ്ടാ? എന്താടാ ചോദിച്ചാ? ഉളുപ്പുണ്ടോ? നീ എന്റെ മുഖത്ത് നോക്കിയാണോ ചോദിച്ചോളൂ? പിന്നല്ലാതെ വേറെ ആരെങ്കിലും ചോദിച്ചാലും കുഴപ്പമില്ലായിരുന്നടാ. നീ എന്റെ മുഖത്ത് നോക്കി ഉളുപ്പുണ്ടാന്ന് ചോദിച്ചു. ഞാൻ നീർന്ന് കേട്ടാ ഇവിടെ നീർന്ന് ചോദിച്ചേട്ടാ ഉളുപ്പുണ്ടാന്ന്. എടാ നമ്മൾ കൊച്ചിൽ അങ്ങനെയാടാ കളിച്ചോളുന്നത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു. നീ ചുമ്മാ ഉളുപ്പുണ്ടാന്ന് ചോദിച്ചു. ഉളുപ്പ് ചേട്ടാ, സംഭവം വർക്കൗട്ടായി. ആ പെണ്ണെ കൊണ്ട് എന്നെ കെട്ടിക്കും. പറ. സംഭവം ഈ വീട്ടിൽ 2 മുറിയാണുള്ളത്. അതിന് ഒരു മുറിക്കകത്ത് അമ്മ കിടക്കും. ഒരു മുറിക്കകത്ത് ഇനി കല്യാണം കഴിഞ്ഞാൽ ഞാനും അവളും കൂടെ കിടക്കും. പറഞ്ഞു വരുന്നത് ചേട്ടൻ ഒരു വാടക വീടെടുത്ത് മാറണം, അല്ലെങ്കിൽ വീടിന്റെ തിണ്ണേ കിടക്കണം. വെൽ പ്ലാനിങ്ങടെ തള്ളയ മോനും കൂടെ. അല്ലാതെ ഭയങ്കര പ്ലാനിങ് തന്നെ. എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ. എടാ ചേട്ടൻ നിൽക്കുമ്പം അനിയൻ കല്യാണം കഴിച്ചെന്നുള്ള പേര് ദോഷം ഉണ്ടാവണേക്കാളും ചാവണതാണ്ടാ നല്ലത്. ചാവണാണ് നല്ലത്. ആണല്ലേ? നിങ്ങളെ ചെവിയിൽ എന്ത് ഗുരുവായിട്ട് വെച്ചേക്കണ? തൂങ്ങിച്ചാവും. ഞാൻ അറിയാ, ഞാൻ തൂങ്ങിച്ചാവും. കാണിച്ചു തരാടാ നിനക്കൊക്കെ. തൂങ്ങിച്ചത്ത് കാണിച്ചു തരാം. അമ്മ ഇതൊക്കെ അമ്മ എന്തുമാത്രം കേട്ടിട്ടുള്ളൂ. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അമ്മ അപ്പൊ നമ്മള് ഞായറാഴ്ചയാണല്ലേ? ഓ ഞായറാഴ്ച മക്കളെ. ഞായറാഴ്ച എന്ന് പറയുന്നത് കുഴപ്പമില്ല, ഞാൻ ലീവ് എടുക്കാം. ശകലം സ്പേസ് തരൂ. ഞാൻ തൂങ്ങിച്ചത്ത് കാണിച്ചു തരാം. മനസ്സിലായ? ഞാൻ തൂങ്ങാൻ പോണ്. മനസ്സിലായ? ഞാൻ തൂങ്ങും. എന്തരടാ ഈ ഞായറാഴ്ച ഞാൻ അമ്മക്ക് പുതിയൊരു സാരി മേടിച്ചു. സാരിയൊന്നും വേണ്ട മക്കളെ, സെറ്റും മുണ്ടും മതിയടാ. അമ്മ പട്ട് സാരി ഉടുത്തോണ്ട് പോകുന്നതാണ് അതിന്റെ ഒരു ഇത്. അമ്മ നല്ല അടിപൊളി സാരിയൊക്കെ ഉടുത്തോണ്ട് വരുന്നതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. ശകലം സ്ഥലം തരൂ. ആ വയറും തള്ളി പിടിക്കും. ഞാൻ തൂങ്ങാൻ പോണു. കാണിച്ചു. ഞാൻ എന്ത് ഡ്രസ് ഇടും മക്കളെ? ജുബ്ബ മുണ്ട് കൊടുത്താൽ മതിയടാ. അയ്യോ, ഞാൻ അങ്ങോട്ട് വന്നിട്ട് ജുബ്ബയും മുണ്ടുമാണ്. ഞാൻ നല്ല ജീൻസ് അതുപോലെ ടീഷർട്ടൊക്കെ ഇട്ട് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. പെണ്ണിന് പെട്ടെന്ന് കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതെല്ലാം ഏറ്റവും നല്ല. ഒതുങ്ങും അമ്മ. ഞാൻ തൂങ്ങാൻ പോണു. തൂങ്ങിച്ചത്ത് കാണിച്ചു തരാടാ. നിനക്കൊക്കെ എന്റെ ശവം. ചേട്ടൻ എന്തായാലും വരുന്നില്ല. കൂടെ ആരെങ്കിലും കൊണ്ടുപോണ്ടേ? മോനെ കൊണ്ടുപോയാലോ മക്കളെ? അത് നല്ലതാണ്. ഒരു സെക്കൻഡ്. തൂങ്ങിയില്ലേ? ഇല്ല. ചത്തല്ലേ ഇതുവരെ? ഇല്ല. ചേടാ, ഞങ്ങൾ എന്തുമാത്രം നേരം വെയിറ്റ് ചെയ്യുന്ന ഇപ്പൊ തൂങ്ങുന്ന് പറഞ്ഞോണ്ട് നിൽക്കുവായിരുന്നു. ഞാൻ എന്തുണ്ടാ തൂങ്ങണത്? എടാ ചത്താലും അന്തസ്സോടെ തൂങ്ങാൻ നിൽക്കണവനാണ്. മനസ്സിലായ? ഈ കസേര ആരാടാ വാങ്ങിച്ചത്? അത് ഞാൻ വാങ്ങിച്ചിട്ട് നിന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ച തന്നെ. നിന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ച കസേരയുടെ മണ്ടേ കയറി ഞാൻ തൂങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ ചത്ത് കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർ എന്തോ പറയും? അനിയൻ വാങ്ങിച്ചിട്ട കസേര കയറി ചേട്ടൻ തൂങ്ങി ചത്തെന്ന് പറയും. അങ്ങനെ നീ ഫേമസ് ആവണ്ട. ഇറങ്ങി പോടോ. എന്താ പറഞ്ഞത്? ഒന്ന് ഇറങ്ങി പോകാൻ. ചേട്ടന്റെ മുഖത്തേക്ക് ഇറങ്ങി പോവാനാ? ഇറങ്ങി പോകാൻ തന്നെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ്. പുറപ്പെട്ടു പോവുകയാണ്. എങ്ങോട്ടെങ്കിലും പുറപ്പെട്ടു. പിന്നല്ലാതെ അമ്മ പോണെങ്കിൽ പോട്ടെ. നമ്മളെന്തിനാ അതിനകത്ത് പേടിക്കുന്നത്? ഹലോ, തിരിച്ച് വിളിക്കരുത്. വരൂല. ഞങ്ങളാരും തിരിച്ചു വിളിച്ചില്ലല്ലോ. വിളിച്ചില്ലേ? ഇല്ല. രമേശ് എന്ന് വിളിക്കണോ? ആരും വിളിച്ചില്ല. ഇല്ലേ? ഇല്ല, വിളിച്ചില്ല. തോന്നിയായിരിക്കും. അമ്മ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി കുഴിമന്തി മേടിച്ചോണ്ടാണ് വന്നത്. തന്നെടാ? പിന്നെ എവിടെടാ? സുഭാഷ് ഹോട്ടലിൽ. സുഭാഷിന്റെ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി വാങ്ങിച്ച മക്കളെ. പൊന്നമ്മ, സുഭാഷിന്റെ ഹോട്ടലിൽ എന്തൊക്കെ കുഴിമന്തിക്കകത്ത് ഉണ്ടെന്ന് അറിയാവാ? മുട്ടയിട്ടാ, പപ്പടം ഉണ്ട്, അച്ചാറുണ്ട്, മയോണീസ് ഉണ്ട്, നല്ല കിടുക്കാച്ചി സലാഡുണ്ട്. പോടാ. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത അറിയാമോ? ഇതിനകത്ത് അൽഫാമാണ്. പക്ഷെ ഈ അൽഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിപ്പെരി അൽഫാമാണ്. ഈ പെരിപ്പെരി എന്ന് പറഞ്ഞാൽ നല്ല മൊരുമരാന്നിരിക്കും. പോടാ. അമ്മച്ചി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 പീസ് മേടിച്ചോണ്ടാണ് വന്നത്. ഇപ്പൊ ഒരു പീസ് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ സർല ചേച്ചിയുടെ വീട്ടിലെ പട്ടിയില്ലേ, അതിന് കൊടുത്തേക്കാം. അപ്പൊ സർലയുടെ പട്ടി എന്നെ മനഃപൂർവ്വം കടിച്ചതല്ല.
ഇവൻ കുഴിമന്തി വാങ്ങിച്ചു കൊടുത്ത് എന്നെ കൊണ്ട് കടിപ്പിക്കുന്നതാണ്. വേറെ മനസ്സിലായ കിട്ടിയാ നല്ല വാഴയില അങ്ങ് വെട്ടി നിരത്തിയിടണം. അതിനകത്തോട്ട് ഈ കുഴിമന്തി മൊത്തം അങ്ങ് തട്ടണം. ഈ ആവി ഇങ്ങനെ പറക്കും. അതിനകത്തോട്ട് നേരെ അൽഫാം എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഈ മയോണീസ് അങ്ങ് ഒഴിക്കും. ഇതെല്ലാം കൂടി ഇങ്ങോട്ട് കുഴച്ച് ആ പെരിപ്പെരിയുടെ ഒരു കഷ്ണം കൊണ്ട് എടുത്തിട്ട് ഈ മയോണീസ് ഇതെല്ലാം കൂടെ കൂട്ടി നേരെ. എനിക്ക് വേണം കുഴിമന്തി, എനിക്ക് വേണം കുഴിമന്തി. അല്ല കുഴിമന്തി വേണ്ട പോവാന്ന് പറഞ്ഞു. ഇല്ല വേണം. എടാ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആഹാരത്തിനടുത്ത് അത് കാണിക്കാമോ? അമ്മ അന്നം എന്ന് പറഞ്ഞ ദൈവമാണോ? ദൈവം അറിയാമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ചോദ്യം, കുഴിമന്തി കഴിക്കടാ കല്യാണം കഴിക്കടാ? കല്യാണമന്തി. കല്യാണമന്തി അല്ല മന്തിക്കുഴി. മന്തിക്കുഴി അല്ല ഇത് ഏതെങ്കിലും ഒന്ന് ഒരുമിച്ച് പറ. ഒരുമിച്ച് ഒറ്റ ഉത്തരം. കുഴിമന്തി. കുഴിമന്തി. കല്യാണം പിന്നെയും കഴിക്കാല്ല. കുഴിമന്തി ഇരുന്ന് കഴിഞ്ഞാലേ അതിരുന്ന് ചളിക്കും. ഒരു കാര്യം ചെയ്യുമ്പോ അതെടുത്തോണ്ടങ്ങ് അതോട്ട് പോയി വിളമ്പമ്മ നമുക്ക് എടുത്തു വെക്ക്. ഞാനും അങ്ങോട്ട് വരാം അമ്മേനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. മക്കള് വാ. കുഴിമന്തി മതിയല്ലോ അല്ലേ? മൂത്ത നിൽക്കുമ്പോ അനിയന്റെ കല്യാണം നടത്തുന്നു പോല. ഇതൊക്കെ ലോകത്ത് ഒരു വീട്ടിൽ നടക്കണല്ല. ഇനിയിപ്പം നാട്ടുകാരെ വായിരിക്കണ കേൾക്കാനാണ്. എന്തെല്ലാം പറഞ്ഞ് പിടിപ്പിക്കുമെന്ന് അറിയാം നാട്ടുകാർ. അറിയാം. എനിക്ക് അതാലോചിക്കുമ്പോഴാണ് ടെൻഷൻ. എടാ രമേശ, എടാ നീ ഇങ്ങനെ മൂത്തവനായിട്ട് നിൽക്കാൻ നേരത്ത് നിന്റെ അനിയൻ കെട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമല്ലേടാ? ഗിരിജേ, പത്മാവതിയുടെ മൂത്ത ചെറുക്കൻ രമേശന്റെ കല്യാണം കഴിപ്പിക്കാതെ സുരേഷിന്റെ ഇളയ ചെറുക്കന്റെ കല്യാണം. രമേശൻ എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് അനിയനെ പിടിച്ച് കെട്ടിക്കാൻ നോക്കുന്നത്. കണ്ട നാട്ടുകാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു പരത്തും. എനിക്ക് ഉറപ്പുണ്ട് പറഞ്ഞു പരത്തും. അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കൂല. അവന്റെ കല്യാണത്തിന് മുമ്പ് എന്റെ കല്യാണം നടത്തണം. പണ്ട് 5 വർഷം മുമ്പ് ഞാൻ തേച്ചിട്ട് പോയി എൻ്റെ ഒരു ലൈൻ ഉണ്ടായിരുന്നു. ഞാൻ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി ഞാൻ ബ്ലോക്ക് ചെയ്ത്. അൺബ്ലോക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ പൊന്നേ, മുത്ത എവിടെടി? എവിടെയാണ് ചക്കരെ? ഞാൻ ഇവിടെ ഉണ്ടടി മുത്ത. നീ മക്കളെ നിന്നെ കണ്ടിട്ട് എത്ര കാലമായിടി? എടാ, ശബ്ദം കേട്ടപ്പോ തന്നെ എനിക്ക് നിന്നെ കാണാൻ കൊതിയാവണടാ. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ നിന്നെ ഓർക്കും. എടാ, എനിക്ക് മുട്ടറ്റ മുടിയില്ലെന്ന് പറഞ്ഞ് നീ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയതല്ലേ? എന്തിനടി മുട്ടറ്റ മുടി? വെളിയിലിറങ്ങി നടക്കുമ്പോ ചൂലോല തൂത്ത് നടക്കാനാ? എടി ഇപ്പോഴും മുട്ടയാണ് ഫാഷൻ. നിനക്കറിയാ? ഞാൻ ഇന്ന് വരെ കല്യാണം കഴിച്ചിട്ടില്ല, അറിയാമോ? അയ്യോ, എന്റെ പൊന്നി കല്യാണം കഴിച്ചില്ലടാ. ഇല്ല മുത്തേ. എടി ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടാടി. നിനക്ക് എന്നെ കെട്ടാൻ തയ്യാറാണോ? തയ്യാറാണോ? എങ്കിൽ പെട്ടെന്ന് വീട്ടിലോട്ട് വാ. നാളെ രാവിലെ ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നമ്മളെ കെട്ട്. പടാന്ന് പറഞ്ഞിട്ട് വാ. അമ്മ സുരേഷേ ഓടി വാങ്ങിട്ട്. എന്താണ് ഇളയ മോന്റെ കല്യാണം നടത്തി അങ്ങ് രസിക്കാനായിരുന്നല്ല രണ്ടുപേരെയും പ്ലാന്. എന്നെ ഇവിടെ നോക്കുകുത്തിയായിട്ട് നിർത്തിയിട്ട് അതിനി എന്തായാലും നടക്കൂല. അത് നടക്കൂല. ഞാൻ എന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ച്. ഇവന്റെ കല്യാണം നടത്തുന്നതിന് മുമ്പ് ഞാൻ എന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ച്. എനിക്ക് പഴയ ഒരു ലൈൻ ഉണ്ടായിരുന്നല്ല. അത്രയും ദാരിദ്ര്യത്തിൽ പിടിച്ചോണ്ടോ? ഞാൻ അമ്മയെടുത്ത് പറഞ്ഞോളാം. അമ്മ എനിക്ക് പഴയ ഒരു ലൈൻ ഉണ്ടായിരുന്നല്ല. അവളെ ഇപ്പൊ ഞാൻ ബ്ലോക്ക് മാറ്റിയിട്ട് ഞാൻ അവളെ വിളിച്ച്. അവള് എന്നെ കെട്ടാൻ തയ്യാറാണ്. ഇപ്പൊ ഇവിടെ വരുമെന്ന് പറഞ്ഞ്. മക്കളെ, കാര്യം നിനക്ക് ജോലിയും കൂലിയില്ല, പെണ്ണൊന്നും കിട്ടൂല. പക്ഷെ മക്കൾ സ്നേഹിച്ച ഏതൊരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്നാലും അമ്മ നോക്കിയോളാടാ. അന്നല്ല അവള് വിളിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന് അമ്മയെ കൂടെ ഒന്ന് കേട്ട് നോക്കണം. അവളെ കിളിനാഥം മക്കളെ സ്പീക്കർ. പൊന്നേ, മക്കളെ എവിടെയാടാ? എവിടെയാടി നീ? എടാ, ഞാൻ വേഗം വരാടാ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിക്കണ. ഇത്തിരി തിരക്കിലാണ് ചക്കരെ. കാണാൻ വേണ്ടി അമ്മയെ അനിയനൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കണം. ഓടി വാങ്ങിക്കോട്ട് വരാടാ. ഞാൻ ഇച്ചിരി തിരക്കിലാടാ, ബിസിയാടാ. ഈ തിരക്കെന്ന് പറഞ്ഞ് കുറെ നേരം കൊണ്ട് പറഞ്ഞോണ്ടിരിക്കണം. എന്തോന്ന് തിരക്കെന്ന് പറ. അത് വേറൊന്നുമല്ലടാ, എന്റെ 3ാമത്തെ കുഞ്ഞിന് പോളിയോ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഹെൽത്ത് സെന്റർ നിക്കണേ. അവിടുന്ന് പോളിയം കൊടുത്തൊരു ഓട്ടോ വിളിക്കുന്നേ. ചക്കരേ, നീ എന്തൊരു പറഞ്ഞത്? എന്റെ 3ാമത്തെ കുഞ്ഞിനെ പോളിയോ കൊടുക്കാൻ വേണ്ടി ഹെൽത്ത് സെന്ററിൽ നിക്കണേ. ഇപ്പൊ വരാട്ടാ. നിന്റെ കല്യാണം കഴിഞ്ഞാ? പിന്നെ കല്യാണം കഴിഞ്ഞ് ഭർത്താവാ? അതൊക്കെ ഇട്ടെറിഞ്ഞു പോയില്ലേ? പിന്നെ എന്തിനടി ഞാൻ വിളിച്ചപ്പോ കെട്ടാന്ന് പറഞ്ഞപ്പോ കൂന്ന് പറഞ്ഞ് സമ്മതിച്ചിക്കൊണ്ട് കയറി വന്നത്? അതിപ്പോ സെക്കൻഡ് ഹാൻഡ് ഫോൺ ആണെങ്കിലും പുതിയ ചാർജർ കിട്ടി നമ്മള് മേടിക്കൂലേ? കേട്ടാ ബ്ലോക്ക്ഡ് അല്ലാതെ. ഹലോ, വിളമ്പണില്ലേ? നാളെ ഒരു കല്യാണം ഉണ്ട്, അതിന് പോകുന്ന കാര്യങ്ങളെ ഞങ്ങൾ തീരുമാനിച്ചല്ല. അല്ലല്ല, അത് ഭയങ്കര അടുത്ത ഒരാളുടെ കല്യാണം. മേടിച്ചോണ്ട് കുഴിമന്തി വിളമ്പണില്ലേ എന്ന്. അങ്ങനെയല്ലല്ലോ, നമ്മുടെ അടുത്ത ഒരാളല്ലേ. അടുത്ത ഒരാളുടെ, പ്രത്യേകിച്ച് ഒരു ചേട്ടന്റെ സ്ഥാനം കാണുന്ന ഒരാളുടെ കല്യാണത്തിന് പോയില്ലെങ്കിൽ അത് മോശമായിട്ട് വരും. രമേശിന് എന്തോന്ന് കല്യാണോടാ? എടാ, രമേശിന് കല്യാണം വിധിച്ചിട്ടില്ല. പിന്നെ എനിക്ക് വിധിച്ചത് കുഴിമന്തിയാണ്. കുഴിമന്തിയെങ്കിൽ കുഴിമന്തി കോരി വയ്യമ്മ അങ്ങോട്ട് തിന്നിട്ട്. നല്ലൊരു ഐഡിയ ആവാം. ഭയങ്കര നൈസ് ആയിരുന്നു, റിയലിസ്റ്റിക് ആയിരുന്നു.
ഇതിപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നൊരു ഇഷ്യൂ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കാണുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ജോലിയില്ലാത്ത ചേട്ടൻ, പിന്നെ കല്യാണപ്രായമായി നിൽക്കുന്നൊരു ചേട്ടൻ, എന്നാൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടന്ന അനിയൻ, അവിടെ വീട്ടിൽ സ്ഥിരം നടക്കുന്നൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിൽ ഓവർ എക്സാഗ്രേഷൻ്റെ ആവശ്യമില്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നൊരു സംഭവം പോലെ ചെയ്താൽ മതി. അതിൽ മനോഹരമായിട്ട് 3 പേരും ചെയ്തു, ഗംഭീരമായിരുന്നു. എടുത്തു വരാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ ഏറ്റവും പോസിറ്റീവായി കണ്ടത് ഇതിനെ മാക്സിമം നിങ്ങൾ റിയലിസ്റ്റിക് ആക്കി, ഒരുപാടൊന്നും പറയാതെ തന്നെ റിയലിസ്റ്റിക് ആക്കി ആ മന്തിയുടെ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് പോവാൻ നേരത്ത് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. ഞാൻ നന്നായി എൻജോയ് ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. നല്ലൊരു കഥയായിരുന്നു കേട്ടോ. ആ കഥ നിങ്ങൾ നല്ല രീതിയിൽ 3 പേരും മനോഹരമായിട്ട് അത് പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. അമ്മ ഗംഭീരമായി, മനു ഗംഭീരമായി, ബിജുവും ഗംഭീരമായി. അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ തമാശ ഉണ്ടായിരുന്നെങ്കിൽ ഈ സാധനം ഇവിടെ പോയി ഇന്നേനെന്നുള്ളത് ഗംഭീരമായനെ. കുറച്ചുകൂടെ ഒരു തമാശകളും കൗണ്ടറുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കയറ്റിയത്. എൻ്റെ ആ ഫോൺ കോളിൻ്റെ ആ കൗണ്ടർ ഗംഭീര ഒരു കൗണ്ടറായിരുന്നു. നമുക്ക് പുറത്തുനിന്ന് കിട്ടിയില്ലേ, ആ ഉഗ്ര സാധനമായിരുന്നു. ചാർജർ അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറ്റി വിടുന്നത് ഇത് വേറെ ലെവലിലെത്തിന്. ഇത് മോശമാണെന്നല്ല പറഞ്ഞത് കേട്ടോ, കുറച്ചുകൂടി നന്നായിരുന്നേനെ. ഇപ്പം പറഞ്ഞ പോലെ ഇത് നല്ല രീതിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത് ഈ സാധനം കൊണ്ട് വള്ളം അടുപ്പിച്ചു. അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഒന്ന് നിങ്ങളെ കോമഡി ഒന്ന് തിരികെ കയറ്റിയിരുന്നത് ഗംഭീരവായന. ഈ അവതരണം കണ്ടാൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് നോക്കിയിരുന്ന് പോകും, ബോറടിക്കുകയില്ല. അത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ ചെയ്തത്. തമാശയുടെ ഒരു ചെറിയ പോരായ്മ അതിൻ്റെ അകത്ത് ഫീഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതുപോലെ ചിരി വേണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. 3 പേരും ഭയങ്കര റേഞ്ചിലാണ് കളിച്ചത്, ഭയങ്കര ഹൈ റേഞ്ചിലാണ് കളിച്ചത്. 3 പേരും എനിക്ക് തോന്നുന്നത് ഒന്നിനൊന്നും മെച്ചമായിട്ട് കളിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞോട്ട് ഇത്തിരി തമാശയുടെ കുറവ് തോന്നി, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നർമ്മങ്ങൾ ഉണ്ടായെങ്കിൽ ഭയങ്കര ലെവലിൽ പോയനെ. ബിജു നന്നായിട്ടുണ്ട് കേട്ടോ. ബിജു എടുക്കുന്ന എഫേർട്ട് ഭയങ്കരമാണ്. കാരണം ഇത്രയും ഒരു സുന്ദരമായ മുഖമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് കോമഡി ചെയ്യാന്ന് പണിയില്ലല്ലോ. അല്ല, അത് ഭയങ്കര എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന 2 പേരും തമാശ ഉഗ്രനായിട്ട്, മനു കുമാരിയൊക്കെ ഉഗ്രനായിട്ട്, ചെറിയ കുട്ടി തുടങ്ങിയിട്ട് വലിയ വയസ്സായ ആൾക്കാർ വരെയൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എങ്കിൽ തന്നെയും ബിജുവിനെ ബൂസ്റ്റ് ചെയ്തിട്ട് ബിജു അത് ഒട്ടും മോശമാക്കിയില്ല. അതുപോലെ തന്നെ മനു കുമാരിയുടെ ആ ഒരു ക്യാരക്ടറാണെങ്കിലും അതുപോലെ തന്നെ സന്ധ്യയുടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിനകത്ത് ഒരിക്കലും നിങ്ങൾക്കൊരു സംശയങ്ങൾ വന്നിട്ടില്ല. അതാണ് നമ്മൾ നേരത്തെ പറയാറുണ്ട്, തമാശകൾ കുറവാണെങ്കിലും നമ്മൾ പഠിച്ചു വെച്ച സാധനം അച്ചിട്ട് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇരിക്കാനൊരു സുഖം ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ തെറ്റിക്കലും കൂടി ആകുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബ് ഉണ്ടാകും. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ ഉള്ള കാര്യം ഭയങ്കര നീറ്റായിട്ട് തന്നെ ചെയ്ത് അത്യാവശ്യം തമാശകളുണ്ടായിരുന്നു. ഈ പറഞ്ഞിട്ട് വലിയ ഹൈ ലെവലിൽ എത്തുന്ന തമാശകൾ ഇപ്പോൾ നസീർക്ക് നമ്മുടെ മണിക്കൂട്ടൊക്കെ പറഞ്ഞു കൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു വലിയ സ്കിറ്റായനെ. ഒട്ടും മോശമൊന്നുമല്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതൊക്കെ നികത്തിയിട്ട് വളരെ ഗംഭീരമായിട്ട് ചെയ്താൽ മതി കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, മന്തിയുടെ കേസ് പറഞ്ഞപ്പോൾ മന്തി കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൂടെ തോന്നി. എന്തുകൂടെ എൻ്റെ ഇടയ്ക്ക് പറയണമല്ലോ. ആരാണ് ആദ്യം പൈസ കൊടുക്കുന്നത്? ഞാൻ കൊടുക്കാം. ഒരു 13,000 രൂപ ഞാൻ കൊടുക്കുകയാണ്. 13,000 രൂപ. ഞാനും ഒരു 13,000. 26,000 രൂപ ആയിട്ടുണ്ട്. നസീർക്ക അയച്ചോ. മന്തിക്കുള്ള പൈസ ടോട്ടൽ എമൗണ്ട് 55,000 രൂപ. നല്ല എമൗണ്ട് ആണ്. ഇഷ്ടം പോലെ മന്തി വാങ്ങിക്കാം. ഉഷാറായിട്ട് പോയിട്ട് എത്രയും പെട്ടെന്ന് കല്യാണം നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊന്ന് കാണണം, ബിവറേജിലല്ല. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നല്ല സ്കിറ്റ് അല്ലേ? പതിവ് പോലെ ഒരു കാര്യം എടുത്തു പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്ക് ഒരുപാട് ഓഡിയൻസ് പല പല ഭാഗങ്ങളിൽ നിന്ന്, നമുക്ക് കേരളത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ഐറ്റം വേറെ ഒരുപാട് സ്നേഹിക്കുന്നവർ വന്നിട്ടുണ്ട്. പക്ഷേ ത്രൂ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഷൂട്ടിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ ഷൂട്ടാണല്ലോ, രാവിലെ മുതൽ രാത്രി വരെ നീണ്ടിരിക്കുന്ന ഷൂട്ടാണ്. രാവിലെ എങ്ങനെയാണോ ഈ ഫ്ലോറിൽ വന്ന് നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റുകളെ ആദ്യത്തെ സ്കിറ്റ് മുതൽ സപ്പോർട്ട് ചെയ്തത്, അതേ എനർജിയിൽ അതേ പവറോടുകൂടി ഈ രാത്രി വരെയും സപ്പോർട്ട് ചെയ്ത അടൂരുകാർക്കൊരു സ്പെഷ്യൽ കൈയടി കൊടുത്തേ പറ്റുള്ളൂ. റെക്ക അല്ലേ, റെക്ക ഫോക്ക് ബാൻഡ് അവിടുത്തെ അംഗങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം. അടിപൊളിയായിരുന്നു, മനസ്സോട്ട് പറയുവാണ്. നല്ല ഓഡിയൻസ് ആയിരുന്നു നിങ്ങളെല്ലാവരും. ഇനിയും നിങ്ങൾ വരണം. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? പിന്നെ അല്ലാതെ ഉഷാറായിട്ട് ഇതിലും നല്ല എപ്പിസോഡ്, ഇതിലും നല്ല സ്കിറ്റുകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് കോമഡി ഇത്